പുല്ലേ. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടുവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമനാറികൾക്ക് നായെ എന്ന പേര് ചേരുള്ളൂ, എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭാരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതോ അന്ത പറവൈ പോലെ പാട வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். அதோ அந்த பறவை போல பாட வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். Good evening, Lulu. Good evening, Kochi. Good evening, the cast and crew of JSK. വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചൊരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് 2022 തുടങ്ങി വച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന, വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി, നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി, അതും ഏതാണ്ട് 1.5 വർഷവും 8 മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു. ഞാൻ പറയുന്നു, ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ്. പെൺമക്കളുള്ള, ഭാര്യമാരുള്ള, അമ്മമാരുള്ള, പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഒരു സഹോദരനായും, അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായും, അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല പൊളപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇത് ഞാൻ ഡാഡ്സ് മൂവി എന്ന് പറയുന്നതിന് മുന്നേ I have to say this is Praveen Narayan's movie. This is his movie, his dream. It's his hard work ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള. ആൻഡ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എത്രമാത്രം പ്രവീൺ ചേട്ടൻ അതിനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് it's pretty evident for all of us who's known him for a while. So kudos to him, kudos to our entire production team for making this event happen. Praveen Chetta, you deserve the best and I hope JSK does that for you. JSK എന്ന് പറഞ്ഞ സിനിമ will always be very very special because I think ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ബാനറിലുള്ള ഒരു സിനിമയാണ്.
And of course, to work with actors like this and a crew like this, it has been really, really good. And then to share screen space with Suresh Ettan, Anupama, Oscar, everybody. I think എനിക്ക് ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഞാനൊരു അഡ്വക്കേറ്റ് ലോയറായിട്ടാണ്. ആൻഡ് ഐ ഫീൽ യെസ്, നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൻഡ് വി deliver our dialogues and we improvise on that. But Suresh Ettan had a huge role to play in developing even my scenes, because ഞാനിത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ് that he is like this endless resource. അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത് ലീഗൽ ടേംസ് ആണല്ലോ, വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ ഹി വാസ് very generous with his advice, and എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ് ആണോ യൂസ് ചെയ്യണമെന്നൊക്കെ he used to say. And I feel like it was such a lovely experience, because Suresh Ettan, I think, was a very reassuring presence during the shoot. And coming to Anupama, I think she's a beautiful actor. And this JSK എന്ന് പറയുന്നത്, as the name suggests, is Janaki versus the state of Kerala. So it is Janaki's story, and it is all of us who are with her to help her case and to fight her cause. So I think it's a very heavy, വളരെ ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നത്. വളരെ എന്താ പറയുക, ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. So I'm very excited for the film, and yeah, thank you. എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് എനിക്കറിയായിരുന്നു, അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പോൾ പറയും ഞാൻ വിചാരിച്ചു. അല്ല, അങ്ങനെയല്ല, പണ്ട് മലയാളം ഒന്നും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. പണ്ട് നല്ല മലയാളമായിരുന്നു. ഇപ്പോഴും എൻ്റെ മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് JSK. എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു JSK. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ. അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി. പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി, ജാനകി JSK എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ദിസ് മൂവി ഹാസ് എ ഹാർട്ട്. ആ ഹാർട്ട് ഇസ് ജാനകി, ആൻഡ് ദാറ്റ് ജാനകി വാസ് ക്രിയേറ്റഡ് ബൈ യു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിന്. താങ്ക് യു സോ മച്ച്, ആൻഡ് യു ഡിസേർവ് ദ ബെസ്റ്റ്. സെക്കൻഡ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ. ചിന്താമണി കൊലക്കേസ്, നമ്മുടെ തെങ്കാശിപ്പട്ടണം, അതുപോലെ സമ്മർ ഇൻ ബെത്ലഹേം എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ താങ്ക്സ്. എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെക്കുറിച്ചോ ഈ സിനിമയിൽ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ. ആൻഡ് അതും ഫസ്റ്റ് ഷെഡ്യൂളിലും അപാരധൈര്യം തന്നെയായിരുന്നു അത്. സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവർക്കും, സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ADs എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സ്പെഷ്യൽ. ആൻഡ് സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത്. അനുപമ ഇവിടെ വളരെ ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ
ഇതാദ്യത്തെ സംഭവമല്ല അനുപമ. എനിക്കറിയാവുന്ന സത്യമുണ്ട്, സിമ്രൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ച് വിട്ട ഒരു നായികയാണ്. പക്ഷെ പിന്നീട് സിമ്രൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ, നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം. അസിൻ, നയൻതാര, ഇവരെല്ലാം പിന്നെ ലോകം കാംക്ഷിക്കുന്ന വിവിധ ഭാഷകളിൽ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും. ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ. ഇറ്റ്സ് എ പ്രയർ ടു അനുപമ പരമേശ്വരൻ, ദ വണ്ടർഫുൾ പെർഫോമർ ഇൻ ദിസ് ഫിലിം. ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ്, ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. Your performance is worth it. പക്ഷേ we would like to listen to the voice of ജാനകി. സുരേഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷേട്ടനെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് എപ്പോഴും സുരേഷേട്ടൻ്റെ ഡയലോഗ്സ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് ക്യാൻ യു ഡെലിവർ ഇറ്റ് ഫോർ ഓൾ ഓഫ് us, ഫോർ പീപ്പിൾ ഓൺ ദിസ് സ്റ്റേജ്, ഓഫ് സ്റ്റേജ്, എന്തെങ്കിലും ഒരു ഡയലോഗ് ഫോർ us. പുല്ലേ മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടുവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെപ്പോലുള്ള പരമനാറികൾക്ക് നായ എന്ന പേര് ചേരുള്ളൂ, എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭാരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. It's been years, പക്ഷേ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ especially on stage we have Suresh Gopi, an amazing actor, politician, an amazing human being, and more than all of that he is also an amazing singer. ഒരു നല്ല പാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി 2 പാട്ട് പാടിത്തരും. 2. ഈ സിനിമയിൽ ഒരു പിരിമുറുക്കം ഞാൻ പറഞ്ഞു. അതിനകത്തൊരു യെല്ലിംഗ് ഉണ്ട്, യെല്ലിംഗ് ഫോർ റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് പേരുടെ നെറ്റിയിൽ ഫ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട്, പുരികം ചുളിഞ്ഞിട്ടുണ്ട് പലരുടെയും. ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു സൈലിയൻ ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വർത്തമാനം പറഞ്ഞ് പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇവിടെയും ആ ഒരു പിരിമുറുക്കമുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം, അതിൻ്റെ സുഖം, അത് നമ്മൾ പറവകളുടെ ഫ്ലൈറ്റിനോടാണ് എപ്പോഴും, അല്ലേ? ആരുമില്ല, മതിൽ കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല. എവിടെ വേണമെങ്കിലും പറക്കാം, എവിടെ വേണമെങ്കിലും രമിക്കാം, എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താം. ഇന്ന് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം, ഇന്ന് മാത്രമാണ് അവരുടെ പ്രാപ്തി. അതുപോലെ മനുഷ്യർക്കും ആകണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. ശ്രീ MGRൻ്റെ 1000-ലൊരുവൻ സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ലിബറേറ്റഡ്. അപ്പോൾ ആ ലിബറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാം. ഒരു അക്കംപനിമെൻ്റൊക്കെ ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം അത് ഇംപ്രസീവ് ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളൊക്കെ ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേൾക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കാം. അതോ അന്ത പറവൈ പോലെ പാട വേണ്ടും, இதோ இந்த அலைகள் போல ஆட வேண்டும், அதோ அந்த பறவை போல பாட வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். ஒரே வானிலே ஒரே மண்ணிலே, ஒரே வானிலே ஒரே மண்ணிலே, ஒரே கீதம் உரிமை கீதம் பாடுவோம்.